السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കാത്ത് സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല അവൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ മുൻഗാമികൾ തങ്ങളുടെ മക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ധാരാളമായി പഠിപ്പിക്കുന്നവരായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെയായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ആ മക്കൾക്കും കുടുംബത്തിനും അവർ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് തനിക്കും തൻ്റെ കുടുംബത്തിനും സർവർക്കും ഇഷ്ടമുണ്ടാകാനും അവിടുത്തെ ചരിത്രം പഠിക്കാനും ദീനിനോട് കൂറുണ്ടാകാനും വേണ്ടി അവരത് കാത്തു സൂക്ഷിച്ചു. ഇന്നിൻ്റെ തലമുറകൾക്ക് പലപ്പോഴും ഈ ദുനിയാവിൻ്റെ പല കാര്യങ്ങൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസങ്ങളിലോ ഏതെങ്കിലും മണിക്കൂറിലോ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചൊന്ന് പറയാനും മക്കൾക്ക് പരിചയപ്പെടുത്താനും ഒരാൾക്കും സമയമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹലാണ് ചീത്ത പറയുന്നത് എന്ന് കേട്ട രണ്ട് മക്കൾ ബദർ യുദ്ധം നടക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ സമീപത്ത് വന്നിട്ട് ആരാണ് അബൂജഹൽ ഒന്ന് കാണിച്ചു തരുമോ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ സമീപത്ത് വന്നിട്ട് ഇരു കാതുകളിലും ഏന്തി വലിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. കൊച്ചുകുട്ടികളായ നിങ്ങൾക്ക് എന്തിനാണ് അബൂജഹൽ നിങ്ങൾ അറിയുന്നത്, എന്തിനാണ് അവനെ നിങ്ങൾ അറിയാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ അബൂജഹലാണ് ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹിയെ ചീത്ത പറയുന്നത് എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാണ് ആ മക്കളുടെ മറുപടി. കുടുംബത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് ആ കൊച്ചു മക്കൾ കേട്ടു റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നതിന് നേതൃത്വം നൽകുന്നത് അബൂജഹലാണെന്ന്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തടിച്ച മനുഷ്യനാണ് അബൂജഹലെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കേൾക്കുന്നതിന് മുമ്പേ ഓടി തങ്ങളുടെ കയ്യിലുള്ള കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയാണ് ആ കൊച്ചുമക്കൾ അബൂജഹലിനെ. ആ കുന്തം വലിച്ചെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് പോയിട്ട് റസൂൽ ഞാൻ അബൂജഹലിനെ കൊന്നു എന്നൊരു കുട്ടി പറയുമ്പോൾ അല്ല റസൂലെ ഞാനാ കൊന്നതെന്ന് മറ്റേ കുട്ടി വാശി പറയുന്നു. അല്ല റസൂലെ ഞാനാണ് കൊന്നതെന്ന് ഇപ്പുറത്തെ കുട്ടി പറയുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത്. നമ്മൾക്കറിയുമോ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ലോകത്ത് പലരും വൃത്തികെട്ടതും മോശപ്പെട്ടതും വർഗീയ ചുവയുള്ള സംസാരങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഞെട്ടുന്നത് പോകട്ടെ, നമ്മൾക്ക് പോലും ഒരു പ്രയാസങ്ങളുമില്ല. നമ്മൾക്ക് പോലും അതൊരു സാധാരണ നടപ്പു എന്ന രീതിയിൽ തോന്നുന്നതല്ലാതെ മാനസികമായി പോലും വിഷമം അനുഭവിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെത്തിപ്പോയി. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇതായിരുന്നു സഹോദരങ്ങളെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിപ്പിച്ചത് മക്കളെ. എന്തുകൊണ്ട്? ചരിത്രം, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിയുടെ പ്രവർത്തനങ്ങളാണ് ചരിത്രത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് ചരിത്രത്തിലുള്ളത്. അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ അനുവാദങ്ങളും അത് വഹിയാണ്, സുന്നത്താണ് എന്നാണ് മുസ്ലിം ലോകം പഠിപ്പിക്കപ്പെടുന്നത്, വിശ്വസിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതുപോലൊരു റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയത്. ആ ദിവസത്തെക്കുറിച്ച് പിൽക്കാലത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ ഖുബയിലിറങ്ങി അവിടുന്ന് വീണ്ടും മദീനത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും അവിടത്തേക്ക് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ മദീന എന്ന് പ്രകാശപൂരിതമായിരുന്നു. സന്തോഷം കൊണ്ട് മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം പ്രകാശപൂരിതമായിരുന്നു. എന്നാൽ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസമുണ്ട്. മദീന അതുപോലെ ഇരുട്ടായ ഒരു ദിവസമില്ല. സങ്കടം സഹിക്കാതെ, പ്രയാസങ്ങൾ താങ്ങാനാകാതെ, ദുഃഖം സഹിക്കവയ്യാതെ മദീന ഇരുട്ടിലായിരുന്നു എന്ന രീതിയിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അത്ര പ്രയാസപ്പെട്ടു. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഉറയിൽ നിന്ന് വാള് പുറത്തേക്കെടുത്തിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി മരിച്ചെന്ന് പറയുന്നവൻ്റെ തലയറുക്കാതെ ഈ വാള് ഞാൻ ഉറയിലേക്കിടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്ത് പറഞ്ഞത്. ഉമർ മാത്രമല്ല, പല സ്വഹാബികളും പറഞ്ഞു റസൂലുള്ളാഹി മരിച്ചിട്ടില്ല, മരിച്ചെന്ന് പറയരുത് എന്ന് അതികഠിനമായ നിലക്ക് അവർ പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. മദീനയാകെ ആ നിലക്കുള്ള പ്രയാസത്തിലായിരുന്നു. സഹോദരന്മാരെ, എന്തുകൊണ്ട് സഹാബികൾക്ക് ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സ്വാധീനിച്ചു? എന്തുകൊണ്ട് നമ്മൾക്ക് സ്വാധീനിക്കുന്നില്ല? ആഴത്തിൽ പഠിക്കാനോ ഹൃദയം കൊണ്ട് ചിന്തിക്കാനോ അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പഠിക്കണം, ഒരുപാട് അറിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവർക്ക്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയില്ല. അല്ലാഹുവിൻ്റെ റസൂലിന് ഹിറാ ഗുഹയിൽ വെച്ചാണ് ആദ്യമായി വഹി വരുന്നത്. മക്കയിലെ ജബലുൻ നൂറിന് മുകളിലുള്ള നൂർ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹയിൽ വഹി ലഭിക്കുകയാണ്. ഖദീജയുടെ അടുത്തേക്ക് പോകുന്നു. ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണം. പുതപ്പിട്ട് മൂടിക്കൊടുത്തു. പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ കുടുംബം ചേർക്കുന്നവനാ, താങ്കൾ പ്രയാസങ്ങൾ വഹിക്കുന്നവനാ, ആളുകളുടെ ഭാരം ചുമക്കുന്നവനാ, ബന്ധം ചേർത്ത് കൊണ്ടിരിക്കുന്നവനാ, മുറിക്കുന്നവനല്ല. അതുകൊണ്ട് കല്ല, നിങ്ങൾ പേടിക്കണ്ട. വല്ലാഹ് ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. ഖദീജ ബീവി ഭർത്താവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ കുടുംബക്കാരനായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ സമീപത്ത് കൊണ്ടുപോകുന്നു. അദ്ദേഹം വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, അള്ളയാണ് സത്യം, ഇത് നാമൂസാണ്. ഇമ്രാനിൻ്റെ മകൻ മൂസാ നബിയുടെ സമീപത്തേക്ക് വന്ന നാമൂസാണിത്, അഥവാ ജിബ്രീലാണിത്. ആ ജിബ്രീൽ ആരുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ടോ, ആർക്കൊക്കെ വഹി നൽകിയിട്ടുണ്ടോ, ആ നൽകപ്പെട്ട വ്യക്തിയെ ആ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാതെ നിന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ നാട്ടുകാരനെ പുറത്താക്കുമെന്നാണോ പറയുന്നത്? വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നു, അതെ, ഈ ജിബ്രീൽ ആരുടെയൊക്കെ സമീപത്ത് വന്നാലും അവരൊക്കെ, ആ നാട്ടുകാരൊക്കെ ആ വ്യക്തിയെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് താങ്കളെ സഹായിക്കാമായിരുന്നു, പക്ഷേ ഞാൻ 70 വയസ്സ് കഴിഞ്ഞു. സഹാബികൾ പറയുന്നു, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് അതിനുശേഷം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതുവരെ ഏത് പ്രശ്നങ്ങളും തീർക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. മക്കയിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും, എന്ത് തർക്കങ്ങൾ നടന്നാലും എല്ലാവർക്കും വേണ്ടത് മുഹമ്മദ് മുസ്തഫയായിരുന്നു. അൽ അമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ എന്നവർ പേരിട്ട് കഴിഞ്ഞു, വിശ്വസ്തൻ എന്ന് പേരിട്ട് കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ആ റസൂലുള്ളയെ പുറത്താക്കുമെന്ന് വറഖത്ത് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ചെയ്യുമോ? അത് ചെയ്യും. പിന്നീട് അത് സംഭവിക്കുന്നു. ഖദീജ ബീവി മരിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നവർ ഓരോന്ന് മരിക്കുന്നു. വല്യുപ്പ മരിച്ചു. പിന്നീട് സംരക്ഷണം ഏറ്റെടുത്ത എളാപ്പ മരിക്കുന്നു. അബൂ താലിബിൻ്റെ മരണത്തോടുകൂടി മക്കയിലെ ഖുറൈശികൾക്കൊരവസരമായി. ചോദിക്കാൻ ഇനി ആളില്ല, തടുക്കാൻ ഇനി ആളില്ല. ഇതുവരെ മുഹമ്മദ് മുസ്തഫയെ ആക്രമിക്കുമ്പോൾ, ഈ റസൂലുള്ളയെ എല്ലാ നിലക്കും ഉപദ്രവിക്കുമ്പോൾ ഞങ്ങളുടെ മതത്തിൽ തന്നെ പെട്ട അബൂ താലിബ് തന്നെയായിരുന്നു തടയിട്ടിരുന്നത്. ഇന്നിതാ അബൂ താലിബ് മരിച്ചു. അക്രമം, മർദ്ദനങ്ങൾ കൂട്ടി, പട്ടിണിക്കിട്ടു. ഭക്ഷണ വസ്തുക്കൾ പോലും റസൂലുള്ളാഹിക്കും സഹാബത്തിനും കൊടുക്കരുതെന്ന് പറഞ്ഞ് മക്കക്കാരെ വിലക്കി. ഇലകൾ ഭക്ഷിക്കേണ്ടി വന്നു. സഹിക്കവയ്യാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് എത്യോപ്യ എന്നറിയപ്പെടുന്ന
പണ്ട് അബ്സീനി എന്നറിയപ്പെടുന്ന ഹബിഷിയിലേക്ക് സ്വഹാബത്തിന് ആദ്യമായി ഹിജ്റ പോകാൻ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അനുവാദം കൊടുക്കുന്നത്. പോയി പല സ്വഹാബികളും. ആരൊക്കെ പോയി? മക്കയിലെ പ്രമുഖ ഗോത്രത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സമ്പന്നനായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന് പ്രയാസങ്ങൾ സഹിച്ചു. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോളെ കല്യാണം കഴിച്ചു. പുതിയാപ്പിളയാണ്. എന്നിട്ട് പോലും സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് അബ്സീനിയയിലേക്ക് പാരായണം ചെയ്യേണ്ടി വന്നു. ലി അജ്ലി ദീൻ, ദീനിന് വേണ്ടിയായിരുന്നു. അത് ദീനിന് വേണ്ടിയായിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. പരീക്ഷണങ്ങൾ സഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. നമ്മളോ? നമ്മൾ മുസ്ലിങ്ങളാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവരാണ്. ദീനിന് വേണ്ടി ഒരു കടുക് മണിയോളം പോലും പരീക്ഷണങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല, കേൾക്കാൻ തയ്യാറല്ല. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസ് അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങളൊക്കെ വിചാരിക്കുകയാണോ അയ്യുത്രകു അയ്യഖൂലു ആമന്ന, ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്ന്? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ, ഒരു ഫിത്നയും ഏൽക്കേണ്ടി വരാതെ, ഒരു പ്രയാസങ്ങളും സഹിക്കേണ്ടി വരാതെ, ഒന്നും കേൾക്കേണ്ടി വരാതെ ഞാനങ്ങ് മുഅ്മിനാണെന്ന് പറഞ്ഞ് അങ്ങ് വെറുതെ അങ്ങ് ജീവിച്ചു തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിക്കാത്ത ഒരാൾക്കും പടച്ച റബ്ബിൻ്റെ സ്വർഗമില്ല. അള്ളാഹ് പരീക്ഷിക്കുന്നു നമ്മളെ. മുസ്ലിമാണ് നമ്മൾ, ഒരുപാട് ബിസിയുള്ളവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. പക്ഷേ ഓരോ സമയത്തും അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നീ ബാങ്ക് കേൾക്കും, നമസ്കാരത്തിലേക്ക് വാ, നീ വിജയത്തിലേക്ക് വാ. ഉറക്കിനേക്കാൾ ഉത്തമം നിനക്ക് നമസ്കാരമാണെന്ന് അള്ളാഹുവിൻ്റെ വിളി കേൾക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ വലിയൊരു പരീക്ഷണം തന്നെയാണ്. പർവ്വതക്കണക്കിനാണ് ആ പരീക്ഷണം വരുന്നത്. പുതപ്പിട്ട് മൂടി തണുത്ത രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹ് വിളിക്കുന്നു, വാ മനുഷ്യ പള്ളിയിലേക്ക്, നിസ്കരിക്കാൻ വാ, വിജയിക്കാൻ വാ, ഇതാണ് നിനക്ക് ഉത്തമമെന്ന് പറയുമ്പോൾ ഉറക്ക് നിനക്കൊരു പരീക്ഷണമായി വരും. ദുനിയാവ് നിനക്ക് പരീക്ഷണമായി വരും, കച്ചവടം പരീക്ഷണമായി വരും, സമയത്തിൻ്റെ കുറവ് പരീക്ഷണമായി വരും. പക്ഷേ ആ പരീക്ഷണം തരണം ചെയ്ത് നീ നമസ്കരിക്കാൻ പോയാൽ, നമസ്കരിച്ചാൽ നീ വിജയിച്ചു. ഇല്ലേ, നീ പരാജയപ്പെട്ടു. അള്ളാഹ് ചോദിക്കുന്നു, നീ വിചാരിക്കുന്നുണ്ടോ മുഅ്മിനിൻ്റെ നാമം വെച്ച്, മുസ്ലിമിൻ്റെ പേരും വെച്ച്, അതിൻ്റെ ആനുകൂല്യവും പിടിച്ചു പറ്റി ഇങ്ങനെ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് സ്വർഗം ഒരുക്കി വെക്കുമെന്ന് ഒരിക്കലുമില്ല. അള്ളാഹ് നിന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യാൻ വേണ്ടി എന്നതാണ്. ആ പരീക്ഷണം ആദ്യകാലം തൊട്ട് മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുഭവിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെയാ അള്ളാഹുവിൻ്റെ റസൂല് അബ്സീനിയയിലേക്ക് ആളുകളെ ഹിജ്റ പോകാൻ വേണ്ടി അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും അതികഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ്, ഇനി മക്കയിൽ ഈ മക്കക്കാരിത എൻ്റെ ഇസ്ലാമിക പ്രബോധനം സ്വീകരിക്കുന്നില്ല, എന്നെ കഅബത്തിൽ പോലും കെട്ടിയിട്ട് മർദ്ദിക്കുന്നു, എന്നെ കല്ലെറിയുന്നു, എന്നെ കൂക്കി വിളിക്കുന്നു, ഞാൻ നടന്നു പോകുന്ന വഴികളിൽ മുള്ളുകൾ കൊണ്ടിടുന്നു, നേരം വെളുത്ത് വീട്ടുമുറ്റത്ത് കാണുന്നത് വൃത്തികേടുകളാണ്. അതുകൊണ്ട് മക്കൾക്ക് പുറത്തൊന്ന് ദഅവത്ത് നടത്താമെന്ന് കരുതി, ഇനി അതല്ല മക്കൾക്ക് പുറത്ത് എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരുടെ സമീപത്തേക്ക് പോയാൽ ഒരു അഭയമെങ്കിലും ലഭിക്കുമെന്ന് കരുതിയാണ് ത്വായിഫിലേക്ക് പോയത്. ആമിന ബീവിയുടെ ആങ്ങളമാർ താമസിക്കുന്ന സ്ഥലം ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെ മക്കക്കാർ ചെയ്തതിനേക്കാൾ വൃത്തികെട്ട രീതിയിലാണ് അവർ പ്രതികരിച്ചത്. അങ്ങാടിയിൽ തെണ്ടിത്തിരിയുന്ന ഭ്രാന്തൻ കുട്ടികളുടെ കയ്യിലേക്ക് കല്ലുകൾ കൊടുത്തിട്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞോടിക്കാൻ വേണ്ടി പറഞ്ഞു. കല്ലെറിഞ്ഞോടിച്ചു. കാലിൽ നിന്ന് രക്തം വന്നു, ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫും അഭയം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നീട് മാറി ചിന്തിക്കുന്നു, ഇനി ദഅവത്തിന് അവസരമുള്ളത് മക്കയിലെ തൊട്ടപ്പുറത്തുള്ള മിനയിലാണ്. അറബികളൊക്കെ മിനയിലേക്ക് വരുന്ന സമയത്ത് ഹജ്ജിൻ്റെ വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലെ പ്രമുഖ ഗോത്രങ്ങളിൽ അല്ല, എല്ലാ ഗോത്രങ്ങളുടെയും ടെൻറ്റുകളിലേക്ക് കയറിയിട്ട് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങി. ആദ്യകാലത്തെ അവർ ഹജ്ജ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെയല്ലെങ്കിലും ഹജ്ജ് അവർക്കുമുണ്ടായിരുന്നു, നേർച്ചയുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഹജ്ജിന് വരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് പ്രത്യേകമായി വിളിച്ചു വരുത്തി ഇസ്ലാം അവർക്ക് പ്രബോധനം ചെയ്തു കൊടുത്തു. ആളുകൾ വിശ്വസിച്ചു. മദീനക്കാർ വരുമ്പോൾ വിശ്വസിച്ചു.
അങ്ങനെ മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റു ചില സഹാബികളെയും ദീന് പഠിപ്പിക്കാൻ കൂടെ പറഞ്ഞയച്ചു. പിറ്റേത്തെ കൊല്ലമാകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാ മദീന ഹിജ്റയുണ്ടാകുന്നത്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ഓരോ ടെൻറ്റിലേക്കും കയറിയിറങ്ങി ഈ ഇസ്ലാമിക ദഅവത്ത് നടത്തുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എൻ്റെ പിന്നിൽ അബൂലഹബ് വരുന്നുണ്ടായിരുന്നു. അബൂലഹബ് വന്നിട്ട് പറയും, ജനങ്ങളെ, ഇതെൻ്റെ സഹോദരൻ്റെ മോനാണ്, ഞാനിവൻ്റെ അളാപ്പയാണ്, ഞാനിവൻ്റെ ഉപ്പയുടെ സഹോദരനാണ്, അതുകൊണ്ട് മക്ക കണ്ട ഏറ്റവും വലിയ കള്ളനാണിവൻ, ഇവൻ സാഹിറാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ കവിയാണ്, ഇവൻ കള്ളനാണ് എന്ന് എൻ്റെ പിന്നാലെ അബൂലഹബ് വന്ന് പറഞ്ഞിരുന്നു. ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും സഹിച്ച് ഉഹുദിൽ തളർന്നു പോയി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നതിന് മുമ്പേ മുനാഫിക്കീങ്ങൾ പറ്റിച്ചു. കൂടെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുപോയി. യുദ്ധത്തിലാകട്ടെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയി, തീർത്തും പരാജയപ്പെട്ടു. സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്ന നേരത്ത് ആയിഷ ബീവി ചോദിക്കുന്നു, റസൂലേ, ഈ ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലിയ പ്രയാസം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറയുന്നു, അതേ ആയിഷ, ഇതിനേക്കാൾ വലിയ പ്രയാസം എനിക്ക് മുമ്പുണ്ടായിരുന്നു. മിനയിൽ ഓരോ ടെൻറ്റുകളിലും കയറി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എൻ്റെ പിന്നിൽ വന്ന അബൂലഹബ് ഈ നിലക്കുള്ള വൃത്തികേടുകളും പറയുമ്പോൾ എന്നെ പലപ്പോഴും ആട്ടിവിട്ട രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുഃഖത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മക്കയിലെ അഖ്ശബൈൻ പർവ്വതത്തിൻ്റെ സമീപത്ത് ഞാൻ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ വന്ന് പറയുന്നത്, മുഹമ്മദേ, ഇതാ എൻ്റെ കൂടെ പർവ്വതത്തിൻ്റെ മലക്കുണ്ട്, താങ്കളുടെ ദുഃഖം റബ്ബ് കാണുകയാണ്, പ്രയാസം കേൾക്കുകയാണ്, അതുകൊണ്ട് താങ്കളൊന്ന് സമ്മതിച്ചാൽ ഈ പർവ്വതത്തിൻ്റെ മലക്ക് ഈ 2 പർവ്വതങ്ങളും ഇവർക്ക് മേൽ, മക്കയുടെ മുകളിൽ മക്കക്കാർക്ക് മേൽ മറിച്ചിടാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പർവ്വതത്തിൻ്റെ മലക്കും വന്ന് പറയുന്നത്, മുഹമ്മദേ, പ്രവാചകരെ, ഒന്ന് സമ്മതിച്ചാൽ മതി, അല്ലാഹ് കാത്തിരിക്കുന്നു താങ്കളുടെ സമ്മതത്തിന്, താങ്കളൊന്ന് സമ്മതിച്ചാൽ ഈ മക്കക്കാർക്ക് മുകളിൽ ഈ 2 വലിയ കൂറ്റൻ പർവ്വതങ്ങളും ഇത് അവർക്ക് മേൽ മറിച്ചിട്ട് കൊണ്ട് ഈ മലകൾക്കിടയിൽ അവരെ ആക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പർവ്വതത്തിൻ്റെ മലക്കും പറയുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ, എൻ്റെ ജനങ്ങൾക്ക് നീ ഹിദായത്ത് കൊടുക്കണം റബ്ബേ. ഈ മക്കക്കാർക്ക് മേൽ, ഈ അറബികൾക്ക് മേൽ, ഖുറൈശികളുടെ മേൽ ഈ പർവ്വതത്തെ കീഴ്മേൽ മറിച്ചിട്ടവരെ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കാലങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വിശ്വസിക്കലാണ്, ഇസ്ലാമിലേക്ക് വരലാണ്. അതുകൊണ്ട് നീ അവർക്ക് പൊറുക്കണേ എന്ന് പ്രയാസങ്ങൾ വരുന്ന ഘട്ടത്തിലും സങ്കടം വരുന്ന ഘട്ടത്തിലും പ്രാർത്ഥിക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂലുള്ളാഹിയുടെ ചരിത്രം. നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല, മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ശത്രുവിനോട് പോലും വിനയമാണ്, ശത്രുവിനോട് പോലും അരിവാണ് കാണിക്കുന്നത്. ഒരാളോടും പകയല്ല, വിദ്വേഷമല്ല. ഒരാൾ ഇസ്ലാം സ്വീകരിക്കട്ടെ, ഒരാൾ ദീന് പഠിക്കട്ടെ, സ്വർഗം ലഭിക്കട്ടെ. സഹോദരന്മാരെ, തയ്യാറാകണം, നമ്മൾ പഠിക്കണം. എൻ്റെ ഹബീബിൻ്റെ ചരിത്രം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമായ നാഥൻ പൊറുക്കുമാറാകട്ടെ. ഫിർദൗസിൽ അംബിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം നമ്മയും ചേർക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.